സ്ട്രോക്കിൻ്റെ പ്രിവെൻഷനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്ട്രോക്ക് എന്നാൽ പക്ഷാഘാതം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരം സങ്കീർണമായ ഒരു രോഗം ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമാണെന്ന്. എന്നാലും അങ്ങനത്തെ ഒരു അസുഖം എപ്പോഴും നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിലും വലിയൊരു കാര്യമില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ളൊരു കാര്യമല്ല, അതും ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, അത് നമ്മുടെ ജീവിതത്തോട് കൂടെ തന്നെ പോവേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. സ്ട്രോക്ക് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ജാതി കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മൾ പറയാം, നമുക്ക് അതിൽ ഒരു കൺട്രോളും ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഏജ്, നമ്മൾ വയസ്സ് കൂടുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും. പിന്നെ ചില ജെനറ്റിക്സ്, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ചിലപ്പം സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതായത് സ്ട്രോക്കിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള 2-3 സംഗതികൾ മാത്രം ഞാൻ പറയാം. ഏറ്റവും പ്രധാനമായത് തന്നെ ബ്ലഡ് പ്രഷറാണ്, ഹൈപ്പർ ടെൻഷൻ. ബ്ലഡ് പ്രഷർ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ, നമ്മൾ ബ്ലഡ് പ്രഷറിനെ പറ്റി കരുതിയിരുന്നാൽ തന്നെ സ്ട്രോക്ക് വളരെയധികം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ബ്ലഡ് പ്രഷറിനെ പറ്റി ആളുകൾക്കുള്ള ധാരണ തന്നെ പലപ്പോഴും തെറ്റാണ്. BP ഉണ്ടെങ്കിൽ അത് ശരിക്ക് ചെക്ക് ചെയ്യിക്കില്ല, അതിന് ശരിക്ക് മരുന്ന് കൊടുക്കില്ല. ഇനി മരുന്ന് ഡോക്ടറെ അടുത്ത് ഒന്ന് വാങ്ങിയാലും BP നോർമലായാൽ മരുന്ന് നിർത്തുക. ഇങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഞങ്ങൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബ്ലഡ് പ്രഷർ നല്ല കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെയധികം വലിയൊരു ശതമാനം സ്ട്രോക്കും നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഏറ്റവും പ്രധാനം. ഡയബറ്റീസ് ആണ് വേറെ ഒന്ന്. ഡയബറ്റീസും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണെന്ന് ഡയബറ്റീസ്. എത്രയോ അധികം ഇന്ത്യക്കാർക്ക് ഇന്ന് ഡയബറ്റീസ് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള കൺട്രോൾ ഡയബറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രോക്കിന്. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ പെട്ടതാണ് വേറെ പലതും. അതായത് നമ്മുടെ അമിത വണ്ണം കുറക്കുക, വെയ്റ്റ് റിഡക്ഷൻ, കൂടാതെ നല്ല ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഹെൽത്തി ഡയറ്റ് എന്താണെന്ന്, പല ജാതി ഡയറ്റുകളും ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ചെയ്യാണ്. അതുപോലെ എക്സസൈസ്, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോക്ക് വരാത്ത ആൾക്കും സ്ട്രോക്ക് വന്ന ആൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റെഗുലറായിട്ട് എക്സസൈസ്. ഒരു 1/2 hour to 40 minutes മതി. എന്തെങ്കിലും വാട്ട് എവർ എക്സസൈസ് യു ഫീൽ ഈസ് റൈറ്റ് ഫോർ യു. നടന്നാൽ മതി, നീന്തൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം, ബാഡ്മിൻ്റൺ, ഷട്ടിൽ, ടെന്നീസ്, ഫുട്ബോൾ, എന്തെങ്കിലും ഒരു കളി, എന്തെങ്കിലും 1/2 hour to 40 minutes വ്യായാമം